അസ്സലാമലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ട് നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാനും നല്ലതാ. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. നമുക്ക് രാവിലെ ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പം നല്ല മഴയത്ത് നമുക്ക് ഇങ്ങനെയുള്ള അപ്പം കൂടെ ഒക്കെ ഇങ്ങനെ വെറുതെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് അല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനൊരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അളവൊന്നും കണക്കാക്കണ്ട. നമുക്ക് എത്രത്തോളം വേണം, എത്ര എണ്ണം വേണം അതിനനുസരിച്ചിട്ടുള്ള റവ എടുക്കുക. അപ്പം ഞാനിതാ ഇത്രയും റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഇതാ ഒരു പാത്രം റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരളവും കണക്കൊന്നുമില്ല. നമുക്ക് എത്ര വേണമെച്ചെങ്കിൽ അത്രയും റവ എടുക്കുക. അതുപോലെ തന്നെ അതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും അത്രയും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രയും റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ളത് ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ ആ റവ വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഏത് റവ ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതാ റവ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരവിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ അധികം തന്നെ ഞാൻ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ജീരകം കുറച്ച് ഉണ്ടായിക്കോട്ടെ, നമുക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഇത് ഒരു കപ്പ് റവക്ക ഒരു കപ്പ് തേങ്ങ തന്നെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കുക. തേങ്ങ കുറച്ചും കൂടെ ആയാലും ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറി കൂട്ടിയിട്ടായാലും കൂട്ടാണ്ടായാലും കേട്ടോ. അപ്പം ആ തേങ്ങയും ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പം അതിനിതാ റവ ഞാനിതാ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആ തേങ്ങയും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ പണ്ട് ഇപ്പം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരു അപ്പാണ് ഇട്ടത്. ആ സമയത്തൊക്കെ അധികം ഉണ്ടാവും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം എൻ്റെ വല്യമ്മയും ഉമ്മയൊക്കെ ഉണ്ടാക്കി തരാറുള്ള ഒരു അപ്പാണ്. അപ്പോൾ അവരുണ്ടാക്കി തരുന്നത് ആ രീതിയിലല്ല ഞാൻ ഇപ്പം ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയും ഉപ്പും അതുപോലെ ജീരകവും റവയും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളിൽ പലരും ഇതുപോലെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ, ഇങ്ങനെ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്നിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പിന്നെയും കുറേ സമയം മാവവിടെ വെക്കേണ്ടി വരും വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ സോഫ്റ്റ് ആക്കി എടുക്കൊന്നും വേണ്ട. പക്ഷേ നമുക്ക് ഈ റവേനൊന്ന് ഒതുക്കി എടുക്കണം കേട്ടോ. നമുക്ക് വെള്ളം നനച്ചിട്ട് അപ്പം അത്ര അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കൊന്നും വേണ്ട. അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ട് അരക്കപ്പ് വെള്ളമാണ് എനിക്ക് ഈ റവയിലേക്ക് ആവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു റവ ഇങ്ങനെ മിക്സാക്കി വെച്ചിട്ട് അധികം സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉണ്ടാക്കി നനച്ച സമയത്ത് തന്നെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇത് മാറ്റി വെക്കുക എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ഡ്രൈ ആയിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഹാർഡായിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. കണ്ട അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. കണ്ട റവ നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി വരുമ്പോൾ അഥവാ ഇങ്ങനെ വെള്ളം കുറഞ്ഞ് അത് ഹാർഡാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവട്ടെ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മിൽമ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്തത് മിൽമേൻ്റെ നെയ്യാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒന്ന് എടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഈ പാൻ ഇതാ ചൂടായി വരട്ടെ. അപ്പോൾ ആ സമയം നമുക്ക് ഈ ഒരു അപ്പത്തിനൊന്ന് ഇലയിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അപ്പം തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ മാവ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ കുറച്ച് സമയം ഇരിക്കേണ്ടി വരികയാണെങ്കിൽ ഒന്നും കൂടെ ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്. പോലെ കയ്യിലൊരു തുള്ളി വെള്ളം എടുത്തിട്ട് ഒന്ന് കുടഞ്ഞിട്ട് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ആ ഹാർഡായിട്ടുള്ള റവ എടുത്തിട്ട് പരത്തി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരു വാഴയില വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കൈ ഒന്ന് മുക്കിയിട്ട് വേണം അത് പരത്തി കൊടുക്കാൻ കേട്ടോ.
അപ്പോൾ ഇലേനെ ഞാൻ ഒരു കഷ്ണം ഇല എടുക്കുക, ഈ ഷേപ്പും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പം ഞാനത് ദോശക്കല്ലിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു പാകത്തിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രം വീഡിയോ എടുക്കുമ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വാഴയില എടുക്കുക, ഒരു കഷ്ണം ഇല എടുത്തിട്ട് അതിലിതാ ഈ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആ ഇലയിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെളിച്ചെണ്ണയാണോ എന്താ എടുക്കുന്നത് വെച്ചെങ്കിൽ അതൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇലയിൽ ഒരു വട്ടോ രണ്ട് വട്ടോ നമുക്ക് ചെയ്യേണ്ടി വരുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതൊന്ന് മാവ് വിട്ട് പോരും. അപ്പോൾ ഞാനിതാ നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പം നെയ്യിലാവുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതാണ് നെയ്യ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നെയ്യുടെ ചുവ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ എടുത്താൽ മതി. പിന്നെ ഇതാ നമുക്ക് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം കേട്ടോ മാവ് എടുത്തിട്ട് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ മാവ് കയ്യിൽ തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതാ നമുക്കൊരു ആവശ്യത്തിനുള്ള ഒരു പാകത്തിനുള്ള ഒരു ഉരുള എടുക്കുക. പിന്നെ കട്ടിയില്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പണ്ടെന്ന് പറയുമ്പോൾ നല്ല കട്ടിക്കാണ് ഉണ്ടാവുക കേട്ടോ. പണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു അപ്പം കഴിക്കുമ്പോൾ അതിങ്ങനെ ഇലയിലൊന്നും അല്ല. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കട്ടിയില്ലാണ്ട് ചെയ്യണ കുട്ടികൾക്ക് കട്ടി ഉണ്ടായാൽ ചിലപ്പോൾ അവർ കഴിക്കൂല. അപ്പോൾ ഞാൻ നല്ലോണം പരത്തി എടുക്കുന്നുണ്ട് ഇലയിൽ, നല്ലോണം പരത്തിയെടുക്കുക. അതുപോലെ നമ്മൾ ഒരു ബോളാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുത്ത് പരത്തുമ്പോണ്ടല്ല കുറച്ചും കൂടെ നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നല്ലോണം പരത്തിയ ശേഷം അതിൻ്റെ അരികൊക്കെ ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഒത്തിരി കറക്റ്റ് ആവണം എന്നല്ല, എന്നാലും നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അപ്പം നല്ലോണം കനം കുറച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ പരത്തി കൊടുക്കുക. എത്ര നമ്മളെടുത്ത മാവ് നല്ല നൈസായിട്ട് പരക്കുന്നത് വരെ പരത്തി കൊടുക്കുക. അപ്പം അങ്ങനത്തെ ഞാൻ ഫുള്ളും പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വക്കൊക്കെ കനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പരത്തട്ടെ. എന്നിട്ട് അത് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ദോശക്കല്ലിൽ ഞാൻ എന്താ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. നെയ്യ് തടവി ഉണ്ടായിരുന്നു, അപ്പം ഗ്യാസ് ഓൺ അല്ലായിരുന്നു. അപ്പം അതൊന്ന് ഡ്രൈ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഞാനിതാ കുറച്ചും കൂടെ നെയ്യ് തടവി കൊടുത്തിട്ട് നമുക്ക് ആ ഇലയിൽ പരത്തി വെച്ചിട്ടുള്ളത് നമുക്ക് ദോശക്കല്ലിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ആ ഇല ഇട്ട് കൊടുത്ത ശേഷം ആ ഇലയുടെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് പതുക്കനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അമർത്തി ചെയ്യരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുക. അപ്പം നമുക്ക് ആ ഒരു മാവ് ദോശക്കല്ലിൽ തട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് ഇല നല്ല ക്ലീൻ ആയിട്ട് നമുക്കിത് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇലേൻ്റെ കൂടെ നമുക്ക് ആ മാവും കൂടെ പോരും. അപ്പോൾ അത് ആ ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതിനുള്ളത് ഒന്ന് പരത്തി വെക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഫുള്ള് അത് മീഡിയം ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ആ ഒരു രീതിയിലേ ഇടാവുള്ളൂ ഫ്ലെയിം. പിന്നെ നമ്മൾ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ആയിട്ട് നമുക്ക് മൊരിപ്പിച്ചെടുക്കാം. നമുക്കിത് ചെയ്യുമ്പോൾ അത് കുറച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഫുള്ള് ഫ്ലെയിം വെച്ചിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ അപ്പുറം ഇപ്പുറം നല്ല മൊരിയ കരിയ ചെയ്യാന്നല്ലാണ്ട് ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ ആ ഒരു വശം ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ല, കൂടുതൽ എണ്ണ വേണ്ടാന്നാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ദോശക്കല്ലിൽ പരട്ടി കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഞാനിതാ രണ്ട് ഭാഗത്തും നെയ്യാക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മൊരിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിട്ട് മറിച്ചിട്ടതിന് ശേഷമാണെങ്കിലും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് നല്ലോണം വെന്ത് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടക്കൊക്കെ ഇത്തിരി നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഒത്തിരി ആക്കി എടുക്കുന്നൊന്നുമില്ല, ബ്രഷ് കൊണ്ട് ലേശം ഒന്ന് തടവി കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ളത് ആയിട്ടുണ്ട് കണ്ട. നമുക്ക് ആ ജീരകവും തേങ്ങയും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു അപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ദോശക്കല്ല് വലിപ്പത്തിൽ തന്നെ വേണമെന്നെങ്കിൽ ചെയ്യാം. അപ്പം അത് എടുത്തതിന് പിന്നെ ഞാൻ അടുത്ത ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അപ്പം അത് അതിലേക്ക് അമർത്തിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് പതുക്കെ ഞാൻ ഈ കൈ വെച്ച് തൊടുന്നത് പതുക്കനെയാണ് കേട്ടോ, അമർത്തി കൊടുക്കരുത്. പതുക്കനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കണ്ടോ. അപ്പം നമുക്ക് ആ ഇലയിൽ നിന്ന് അത് പെട്ടെന്ന് വിട്ട് പോരുകയും ചെയ്യും കേട്ടോ. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇനി എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം 2 തവണ നമ്മൾ ഇലയിൽ എണ്ണ തടവിയതാണല്ലോ. അപ്പം ഇനി അത് എണ്ണ തടവേണ്ട ആവശ്യമില്ല, അതിൽ എണ്ണ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് വരെ അത് മതി, ഇലയിൽ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഒരു ഉരുളം കൂടെ എടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടൊന്ന് പരത്തിയിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ.
അപ്പം ഇത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലോണം മൊരിപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടെ ആക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ടു ലോ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇടയ്ക്ക് നമ്മൾ ഒപ്പം നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ആയിട്ട് നിന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഫസ്റ്റ് തന്നെ കൂട്ടി ചെയ്യരുത്. അപ്പോൾ ഇനി ഞാനിത് മുഴുവനും ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം തൊട്ടിട്ട് തന്നെ പരത്താൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ മാവ് നമ്മളെ കൈമക്കൂടെ തന്നെ ആയി പോകും കേട്ടോ. അപ്പം ഞാൻ ഇത് ഇലയിലുള്ളത് കാണിച്ചിട്ട് പിന്നെ മറ്റത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇലയിൽ പരത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിനുള്ള മാവ് ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് എങ്ങനെയാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഉമ്മയും വല്യമ്മയും ഒക്കെ ഉണ്ടാക്കി തന്നിരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇലയിലല്ലാതെ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. അതാ അപ്പം അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഒരെണ്ണത്തിനുള്ള മാവുള്ളൂ, കുറച്ച് വലുപ്പത്തിലുള്ള ഒരെണ്ണം ഉണ്ടാക്കുക. അപ്പം അതിൻ്റെ ഞാൻ കയ്യിൽ വെള്ളം നനച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ആ ഒരു മാവ് ഒന്ന് നല്ല ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചൂടായിട്ടുള്ള ദോശക്കല്ലിൽ നമ്മൾ നെയ്യ് പരട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ആ ഒരു ബോൾ വെച്ചിട്ട് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ സാവധാനം നമുക്കിതൊന്ന് പരത്തി കൊടുക്കുക. അതായത് ദോശക്കല്ലിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു അപ്പത്തിനെ പരത്തിയെടുക്കുക. നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അന്ന് അങ്ങനെയല്ല, കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. കട്ടിയുള്ള ഒരു അപ്പമായിരിക്കും. ഒരാൾക്ക് കഴിച്ചാൽ മതി, അങ്ങനത്തെ ഒക്കെ ഒരു അപ്പമായിരിക്കും കേട്ടോ. അത് നമ്മൾ 3 അപ്പം ഉണ്ടാക്കുന്നത് അന്ന് ഒരപ്പമായിട്ടാണ് കഴിക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെള്ളം തൊട്ടിട്ട് നല്ലോണം പരത്തി എടുക്കുന്നുണ്ട്. കാരണം മാക്സിമം നമുക്ക് അതിൽ പരത്തിയെടുക്കാൻ പറ്റുന്ന പോലെ പരത്താം. കയ്യിലെ വെള്ളം ദോശക്കല്ലിൽ വീഴാതെ ശ്രദ്ധിച്ചാൽ മതി. അത് വീഴുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കയ്യുമ്മക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലൊക്കെ വരിക കേട്ടോ. അതില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വശം ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇലയിൽ ചെയ്യുന്നത് പോലെ അല്ലല്ലോ, മുകൾ ഭാഗം കുറച്ച് കണ്ട ഇതുപോലെ ഉണ്ടാവും, നീറ്റായിട്ടല്ലല്ലോ ഉള്ളത്. അതുകൊണ്ട് അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതാ മറ്റത് ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്തിട്ട് മൊരിപ്പിച്ചെടുക്കുക. അപ്പം ഞാൻ കുറച്ച് നെയ്യും ആക്കിയിട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ ആ ഒരു നമ്മൾ എടുത്ത മാവിലുള്ള അപ്പം മൊത്തം ഞാനിതാ ഇതിൽ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ 2 തവണ നെയ്യും ആക്കിയിട്ടുള്ളൂ. ഇനിതാ ഇതും ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞിട്ടുള്ള അപ്പാണ്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കനം കുറഞ്ഞിട്ട് തന്നെ കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ ചിലവർക്ക് ഒരു പേടി ഉണ്ടാവും, കാരണം ചൂടായ കല്ലിലല്ലേ നമ്മൾ ചെയ്യണത്. അപ്പം അതാണ് ഞാൻ ഇലയിൽ കാണിച്ചത് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള മുഴുവൻ റവാപ്പം അതാ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു മണം, ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണമാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി എടുത്തതിൽ ഒരു 2 എണ്ണം കുറവുണ്ടാവും കേട്ടോ. അപ്പം മക്കൾ ഉമ്മർത്തിരിക്കുന്നുണ്ട്, നല്ല മഴയാണ് കേട്ടോ. അപ്പം അവരിത് ചൂടോടെ തന്നെ നല്ല മൊരിഞ്ഞതല്ലേ, അപ്പം ചൂടോടെ തന്നെ അവർ ഉമ്മർത്ത് 2 ആളും കൂടി ഇരുന്നിട്ട് അത് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കട്ടൻ ചായയുടെ കൂടെ. അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ നമ്മൾക്ക് ആ ജീരകവും തേങ്ങയും ഒക്കെ കൂടി മിക്സ് ആയിട്ട് റവയും കൂടെ അല്ലേ, അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മൊരിപ്പിച്ചെടുക്കണം, എന്നാലാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. നല്ല മൊരിപ്പിച്ചെടുത്താലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ വേവും വേണം, പുറമേയൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടുകയും വേണം കേട്ടോ. അപ്പോൾ ഇത് കനത്തിലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കനമില്ലാതെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഒട്ടും കനമില്ലാണ്ട് പരത്തിയെടുത്തത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ. നമ്മളെ ചാനലിലുള്ള എല്ലാ റെസിപ്പികളും കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണം കേട്ടോ. അപ്പം നമ്മളിതാ ദോശക്കല്ലിൽ കൈവച്ചിട്ട് പരത്തിയില്ലേ, അതാണിത് കേട്ടോ. ആ ഒരു അപ്പാണിത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരിക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കണേ. അതുപോലെ ഉണ്ടാക്കി നോക്കുകയും വേണം, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് രാവിലത്തേക്കാണെങ്കിലും അടിപൊളിയാണ്. കറി ഇല്ല എന്നുണ്ടെച്ചെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.